ഇടിക്കുക, കുത്ത, അങ്ങനെയൊക്കെ. നല്ല ആണുങ്ങളെങ്ങനെയാണോ ഇടിക്കുക അതുപോലെ എനിക്കിങ്ങനെ കിട്ടി തുടങ്ങിയത്. അതിനുശേഷം നമ്മൾ സൗണ്ട് ആക്കിയാൽ മേനൊരു ദേഷ്യം വരും. നമ്മൾ തല്ലുമ്പോൾ നമ്മൾ അലറാൻ പാടില്ല, നമ്മൾ മിണ്ടാൻ പാടില്ല. നമ്മൾ അങ്ങനെ മിണ്ടുമ്പോൾ അടി ഇരട്ടിയാവും, അധികം കിട്ടും. മിണ്ടാണ്ട് അടി കൊള്ളണം. സഫ എന്താണോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആണുങ്ങളെ തല്ലുന്നത് പോലെ തന്നെ തല്ലി. സെയിം ടോൺ റിഫയുടെ ഒരു ശബ്ദ സന്ദേശം നമ്മളന്ന് സ്റ്റാർട്ടിംഗ് കേസിൽ DYSPക്ക് കൊടുത്ത ആ ശബ്ദ സന്ദേശം, പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ വക്കീൽ ആ ശബ്ദ സന്ദേശം, അതിൽ റിഫ പറയുന്നത് ആണുങ്ങളെ പോലെ തല്ലുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും ഒന്നല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 100% കറക്റ്റ് ഒരു ബദലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണോ റിഫക്ക് സംഭവിച്ചത്? സെയിം പാറ്റേണിലുള്ള ആക്രമണം സഫക്ക് നേരെയും സംഭവിച്ചിട്ടുണ്ട്. കാരണം ഒരാളെ ഷോൾ ഇട്ട് നമ്മൾ മുറുക്കുമ്പോൾ അയാളെ നമ്മൾ, ഉദാഹരണത്തിന് ഒരു ബോഡി ഇവിടെ പ്രസന്റിൽ നിൽക്കുകയാണ്, ആ ബോഡിയെ നമ്മൾ എങ്ങനെയാ പിടിക്കുക? ഷോൾ ഇട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുക. പിടിച്ചു വലിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. ഒന്ന്, ഇയാളുടെ നെക്കിലേക്ക് നമ്മളൊരു മർദ്ദം കൊടുക്കുകയാണ്. ഓക്കെ, അയാളെ ശ്വാസം നമ്മൾ തടസ്സപ്പെടുത്തുക. രണ്ട്, നമ്മൾ കൊടുക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ കാല്, മുട്ട്. ഞാൻ ഹാങ് ചെയ്യുന്ന സമയത്ത് ഷോൾ ഇട്ട് തൂങ്ങുകയാണെങ്കിൽ എൻ്റെ കെട്ട് വരിക ഇവിടെയല്ല, ബാക്കിലാണ് വരിക. ഇവിടെ ഷോളിന്റെ സാധനം മുറുകി കിടക്കുന്ന സാധനം ഇവിടെയാണ് വരിക, ഇവിടെ കെട്ട് വരില്ല. എന്നെയും നിന്നെയും വിഡ്ഢികളാക്കാൻ പറ്റാത്ത, വക്കീലടക്കം വിഡ്ഢികളാക്കാൻ പറ്റാത്ത രീതിയിൽ ലൈവായിട്ട് വീഡിയോ ഇട്ട ഒരാള്, വേറെ ഇല്ലല്ലോ. എങ്ങനെ സ്വന്തം ഭാര്യ മരിച്ചെടുക്കുമ്പോൾ ലൈവായിട്ട് വീഡിയോ ഇട്ട ഒരാളെന്ന് പറഞ്ഞാൽ അതെ, അയാളിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കില്ല. ഈ പറയുന്ന ഇവനെ ഹിപ്നോട്ടിസം ചെയ്ത ആള് തന്നെ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉള്ള ഒരാളാണ്. പോയിന്റ് നമ്പർ 2, ഇങ്ങനെ ഒരു ഹിപ്നോട്ടിസത്തിന്റെ സ്റ്റേജിൽ അങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല. അത്രയും ഇതിലേക്ക് വിവരക്കേട് നമുക്കില്ല എന്ന് വെച്ചിട്ടുള്ള ഇന്നും സമൂഹത്തിന് മുന്നിൽ ഇരിക്കുന്നത്. ശരിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ റിഫയുമായി ബന്ധപ്പെട്ട സ്റ്റോറികളൊക്കെ ചെയ്ത് കൃത്യമായ രീതിയിലേക്ക് ഇപ്പൊ പോകുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണ്ടാവും അല്ലെ? കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. നമസ്കാരം. റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് വലിയ ഇതിലേക്ക് ചർച്ച ചെയ്ത 3 പേരാണ് നിങ്ങളുടെ മുന്നിൽ വീണ്ടും വന്നിരിക്കുന്നത് അല്ലേ? ഖാദർ കരിപ്പടി, അഡ്വക്കേറ്റ് റഫ്സാസ്, അൽബാബു എന്ന ഞാൻ. നമ്മൾ കാലം തെളിയിക്കും എന്ന് പറഞ്ഞ രീതിയിലേക്കൊക്കെയാണ് വീണ്ടും കേസുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ട് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേ തുടർന്നൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. പക്ഷേ അതേ രീതിയിലേക്കുള്ള ഒരു സംഭവം വീണ്ടും വരുമ്പോൾ അത് ജനങ്ങളുടെ മുന്നിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. റിഫയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പലപ്പോഴും പല ആളുകളൊക്കെ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയമുണ്ട്. അതുപോലെ തന്നെ പല ചോദ്യങ്ങൾക്കും ഉത്തരം കിട്ടാത്ത സമയം ഇപ്പോഴും ഉണ്ടല്ലേ ഖാദറെ? പറയാം. ഇതിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ഭയങ്കര കർമ്മയിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഒരാള് ഈ ഭൂമി ലോകത്ത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് മറ്റൊരു ലോകത്തിന് മുൻപ് തന്നെ അതിൻ്റെ ചില സൂചനകൾ അല്ലെങ്കിൽ ആ ചെയ്തതിനുള്ള ചില മറുപടികൾ ഈ ലോകത്ത് തന്നെ കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ആ വിശ്വാസം ഒരു യാഥാർത്ഥ്യമാകുന്ന ഒരു കാഴ്ചയാണ് റിഫ കേസിലൂടെ നിങ്ങൾ നമ്മൾ കാണാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. കാരണം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ എന്തെങ്കിലും ഒന്നല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. 100% കറക്റ്റ് ഒരു ബദലുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണോ റിഫക്ക് സംഭവിച്ചത്? സെയിം പാറ്റേണിലുള്ള ആക്രമണം സഫക്ക് നേരെയും സംഭവിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഒരു പ്രധാനമായിട്ട് നമ്മൾ നോക്കേണ്ടത് ഈ സഫ മെഹനാസ് പേഴ്സണൽ ഒളിച്ചോട്ട വിഷയമോ അങ്ങനെയുള്ളൊരു മഞ്ഞക്കഥയോ അല്ല നമ്മുടെ സബ്ജക്റ്റ്. അത് നമ്മൾ ആദ്യം തന്നെ മെൻഷൻ ചെയ്യേണ്ടതല്ല. നമ്മളെ സബ്ജക്റ്റ് എന്താണ്? ഈ പറയുന്ന സഫ എന്താണോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആണുങ്ങളെ തല്ലുന്നത് പോലെ തന്നെ തല്ലി. സെയിം ടോൺ റിഫയുടെ ഒരു ശബ്ദ സന്ദേശം നമ്മളന്ന് സ്റ്റാർട്ടിംഗ് കേസിൽ DYSPക്ക് കൊടുത്ത ആ ശബ്ദ സന്ദേശം, പോലീസ് കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ വക്കീൽ ആ ശബ്ദ സന്ദേശം, അതിൽ റിഫ പറയുന്നത് ആണുങ്ങളെ പോലെ തല്ലുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ഇതിൽ സഫ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കുട്ടി കയ്യിൽ നിൽക്കുമ്പോൾ എൻ്റെ പിറകിലേക്ക് ഇങ്ങനെ കുത്തി എന്നാണ്. റിഫ എന്താ പറഞ്ഞിട്ടുള്ളത്? എൻ്റെ തല പിടിച്ച് കട്ടിലിൻ്റെ സൈഡിലേക്ക് കൊണ്ടുപോയി ഇടിച്ചു എന്നുള്ളതാണ്. ഈ 2 പരിക്കും ഒരു നാർസിസ്റ്റ് പേഴ്സണാലിറ്റിയുടെ ഭാഗത്ത് നിന്നല്ല അത് ഉണ്ടാവുകയില്ല. കാരണം ഒരേ ടോണിലുള്ള ഒരു ആക്രമണം നടത്തൽ ആരാണ്? നമ്മുടെയൊക്കെ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ പാറ്റേണിൽ കൊലപാതകം നടത്തുന്ന ആളാരാണ്? ഒരു സൈക്കോപാത്ത് കില്ലർ. സോ ഒരേ പാറ്റേണിലൂടെ തൻ്റെ പങ്കാളിയെ ആക്രമിക്കുകയും ആ പാറ്റേണിൽ അവരെ ആക്രമിച്ചതിന് ശേഷം അവരോട് കരഞ്ഞ്, ഞാനല്ല നിങ്ങളെ ആക്രമിച്ചത്, മറിച്ച് എൻ്റെ ശരീരത്തിൽ ചെന്ന് കയറിയിട്ടുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ആക്രമിച്ചത് എന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ 2 കാര്യത്തിൽ അവിടെ വിഷയം. ഒന്ന്, അയാൾ ചെയ്തിട്ടുള്ളത് ഒരു വലിയൊരു കുറ്റകൃത്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അയാളുടെ മനോനില ഭയങ്കര പ്രശ്നമാണ്.
അതായത് ഇതേ വിഷയത്തിൽ തന്നെ ഖാദറിനോട് പറയുമ്പോൾ എടുത്തു പറയുമ്പോൾ ജനങ്ങൾക്ക് പ്രേക്ഷകർക്ക് മനസ്സിലാവുന്ന ഒരു സംഭവം കൂടെ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എടുത്തു പറയാണ്. ജനങ്ങളെ ഒന്നടങ്കം വിഡ്ഢികളാക്കുന്ന രീതിയിലേക്ക് ഇവൻ ഒരു സമയം പോയിട്ടുണ്ടായിരുന്നു. ആ മുഹൂർത്തം ഞാൻ പറയാൻ വേണ്ടി പോവാണ്. അതായത് സ്വന്തം ഹിപ്നോട്ടിസ് ചെയ്തു ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളാക്കി എന്നുള്ളതാണ്. ഈ ഹിപ്നോട്ടിസ് ചെയ്യണമെന്ന് അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഈ ഇത്തരം ഒരു വീഡിയോ ഇറക്കണം എന്നുള്ള ഇതിലേക്ക് കുറെ വിവരമില്ലാത്ത ആളുകൾ പറഞ്ഞു കൊടുത്ത്, അതാണ് ഏറ്റവും വലിയ രസം. ജനങ്ങളുടെ മുന്നിൽ എനിക്ക് ഒരു പ്രശ്നമില്ല, ജനങ്ങളുടെ മുന്നിൽ ഞാൻ റിഫയെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു എന്നുള്ള രീതിയിലേക്ക് ക്രിയേറ്റഡ് വീഡിയോ ജനങ്ങളെ ചെറിയ രീതിയിലേക്കല്ല ജനങ്ങളെ ചർച്ച ചെയ്തത്, വലിയ രീതിയിലേക്ക് ജനങ്ങൾ ചർച്ച ചെയ്തു. ഹിപ്നോട്ടൈസ് ചെയ്യുന്ന അല്ലെ വീഡിയോ വരെ പുറത്തു വിടുകയാണ്. എനിക്ക് പ്രശ്നമില്ല എന്ന് ജനങ്ങൾ കാണിച്ചു കൊടുക്കുക. അത് തന്നെ ശരിക്കും അത്തരം രോഗത്തിന്റെ തെളിവാണ് എന്നുള്ളതാണ്. അതായത് അല്ലെ അന്ന് ഇപ്പൊ ഇതുകൂടെ പറയാം, ജനങ്ങളെ മൊത്തം വിഡ്ഢികളാക്കി എന്ന് എടുത്തു പറയാം. കാര്യം ജനങ്ങളെ പറയാണ് അത് പാവമാണ്, അവരെ വിട്ടേരി എന്ന് പറയുന്ന രീതിയിലേക്ക് ജനങ്ങളെ വിഡ്ഢികളാക്കി. ഖാദറെ 100% ശരിയാണ്. എന്നെയും നിന്നെയും വിഡ്ഢികളാക്കാൻ പറ്റാത്ത, വക്കീലടക്കം വിഡ്ഢികളാക്കാൻ പറ്റാത്ത രീതിയിൽ ലൈവായിട്ട് വീഡിയോ ഇട്ട ഒരാള് വേറെ ഇല്ലല്ലോ. എങ്ങനെ സ്വന്തം ഭാര്യ മരിച്ചെടുക്കുമ്പോൾ ലൈവായിട്ട് വീഡിയോ ഇട്ട ഒരാളെന്ന് പറഞ്ഞാൽ അതെ, അയാളിൽ നിന്ന് നിങ്ങൾ പുനരാവനം പ്രതീക്ഷിക്കുക. അല്ല അത് ഓക്കെ. പക്ഷെ വക്കീലോട് പറയാനുള്ളത്, ജനങ്ങളുടെ മുന്നിൽ ഇത്തരം രീതിയിലേക്ക് എനിക്ക് പ്രശ്നമില്ല, എന്നെ ആവശ്യമില്ലാതെ വേട്ടയാടുന്നു, എന്നെ വലിയ രീതിയിലേക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലേക്ക് ഈ വീഡിയോ എടുക്കാൻ പറഞ്ഞ വിവരം കെട്ട ഒരാള് അതിന്റെ ബാക്കിലുണ്ടല്ലോ. അത്തരം ഇതിലേക്ക് വിവരക്കേട് നമുക്ക് ഇല്ല എന്ന് വെച്ചിട്ടുള്ള ഇന്നും സമൂഹത്തിന് മുന്നിൽ ഇരിക്കുന്നത്. ശരിയാണ് നമ്മൾ പറഞ്ഞത്. നമ്മൾ റിഫയുമായി ബന്ധപ്പെട്ട സ്റ്റോറികളൊക്കെ ചെയ്ത് കൃത്യമായ രീതിയിലേക്ക് ഇപ്പൊ പോകുന്നുണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകണ്ടാവും അല്ലെ. ജനങ്ങളെ മൊത്തം കുരങ്ങ് കളിപ്പിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം പോയപ്പോ ഇപ്പൊ ശരിക്കും ഖാദറിനോട് പറയാം, കബർസ്ഥാനം വരെ മാറിപ്പോകും. അതായത് റിഫ ബോഡി അടക്കി കഴിഞ്ഞിട്ട് വന്നിട്ട് വേറൊരു ബോഡിന്റെ അടുത്ത് പോയിട്ട് ഇരുന്ന് കരയുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനവനെ വാച്ച് ചെയ്യുന്നതും വേറെ ഒരു ഫ്രണ്ട്സിലും റിജുവിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടല്ലോ, റഫിയുടെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ്. ആ സമയത്ത് ഇവൻ അന്വേഷിക്കുക, അതായത് ഇവൻ മേക്കപ്പ് ഇട്ടിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും തന്നെ ഒരു ഡ്യുവൽ ക്യാരക്ടറാണ്. ഞാൻ സഫയായിട്ട് മണിക്കൂറോളം സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യുന്നത് അവനെ അറിയുന്നില്ല. ഒരു കാര്യം കൺഫേം, അവൻ നന്നായി ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറയുന്നത് അതൊക്കെ പറയുന്നതനുസരിച്ച് അത്തരം രീതിയിലേക്ക് ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇനി ഒരു പെൺകുട്ടി പോലും പെട്ടുപോകരുത് എന്ന് പറയാണ്. കാര്യം എന്താ വെച്ചാൽ അല്ലെ, ഇത് സോഷ്യൽ മീഡിയ കാലമാണ്. അത്തരം സംഭവം അവർക്ക് ഉണ്ടെങ്കിൽ, അദ്ദേഹത്തിന് അത്തരം ഒരു ക്യാരക്ടർ ഉണ്ടെങ്കിൽ 100% ചികിത്സിച്ച് ഭേദമാക്കണം എന്നുള്ളതാണ്. അല്ല, ഇതില് നമ്മള് ഈ പറയുന്നത് പോലെ നമ്മൾ എത്തിച്ചേരേണ്ട കുറെ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ഞാൻ നേരത്തെ ബാബു പറഞ്ഞൊരു പോയിന്റ് എന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു പ്രൊസീജിയർ അയാൾ ചെയ്തല്ലോ. ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്ത ആളാരാണ്? അതാണ് ഏറ്റവും വലിയൊരു പോയിന്റ്. ഹിപ്നോട്ടിസം എന്നൊക്കെ പറയുന്നത് ഒരു മെന്റലിസത്തിന്റെ സ്റ്റേജിലോ അങ്ങനെ ഒന്നും നിൽക്കുന്ന ഒരു കാര്യമല്ല ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഒരു സൈക്കാർട്ടിസ്റ്റ് ചെയ്യേണ്ട ഒരു പ്രൊസീജിയറാണ്. അതും അഗ്രഗണ്യരായിട്ടുള്ള അത്രയും പാഠമുള്ള ആൾക്കാർ ചെയ്യുന്നതാണ്. ഇപ്പൊ നമുക്കിടയിൽ ഈ സൈക്കോളജി എന്നൊക്കെ പറയുന്ന ഒരു കോഴ്സ് വരുന്നുണ്ടല്ലോ. കേവലം 6 മാസത്തിൽ സൈക്കോളജിസ്റ്റ് പഠിക്കാം, 1 കൊല്ലത്തിൽ പഠിക്കാം എന്നതല്ല ഇത്. ആക്ച്വലി ഇങ്ങനെ പഠിച്ച ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണ്. അപ്പൊ ഒന്ന് പോയിന്റ് നമ്പർ 1, ഈ പറയുന്ന ഇവന് ഹിപ്നോട്ടിസം ചെയ്ത ആൾ തന്നെ ക്രെഡിബിലിറ്റി ഇഷ്യൂ ഉള്ള ഒരാളാണ്. 2, പോയിന്റ് നമ്പർ 2, ഇങ്ങനെ ഒരു ഹിപ്നോട്ടിസത്തിന്റെ സ്റ്റേജിൽ അങ്ങനെ ഒരാൾക്ക് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഈ 2 സ്റ്റേജും മെന്റലിസ്റ്റ് അനന്തവും സായിദ് പയ്യന്നൂറും ഞാനും ചേർന്ന് നമ്മളൊരു വീഡിയോയിലൂടെ നമ്മളത് പൊട്ടിച്ചു കളഞ്ഞതാ. തീർച്ചയായും. പക്ഷെ അല്ല, ഞാൻ പറയുന്നത് ആ ഒരു വാക്കുണ്ടല്ലോ, അതായത് എന്താണ് പറയാ, എനിക്ക് റിഫയുമായുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ ഞാൻ റിഫയെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാൻ ജനങ്ങളുടെ മുന്നിൽ പ്രേക്ഷകരെ അല്ലെങ്കിൽ ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി ചെയ്ത സംഭവമാണെന്ന് അന്ന് നമ്മൾ വിളിച്ചു പറഞ്ഞു. പക്ഷെ അതിൽ തന്നെ അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കുകയാണെന്ന് പറഞ്ഞ് വലിയ രീതിയിലേക്കുള്ള സംഭവം ഉണ്ട്. ജനങ്ങളെ പറ്റിച്ചു. അതെ, നമ്മൾ ഇതിന്റെ ഞാൻ ഈ കേസ് കൈകാര്യം ചെയ്ത ടൈമിൽ വളരെ പ്രധാനമായിട്ട് ഞാൻ കൊണ്ടുപോയ ഈ കേസിന്റെ ഒരു ഡെപ്ത് നിൽക്കുന്നത് ദുബായിലാണല്ലോ. നമ്മൾ ആദ്യഘട്ടത്തിൽ ഈ കേസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറെ പാടുപെട്ടൊരു കാര്യമാണ്. കാരണം ഈ കേസ് എങ്ങനെ പോലീസ് എടുക്കുന്നു. ഈ ദുബായിൽ നമുക്ക് കിട്ടുന്ന ഒറ്റ പോയിന്റ്, അന്ന് രാത്രിയിലെ റിഫ ഫുഡ് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. ഈ ഭക്ഷണം കഴിച്ച് റിഫ ഏകദേശം ഒരു മെല്ലെ നടക്കുന്ന ഒരു സ്വഭാവക്കാരിയാണ് റിഫ. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ മെല്ലെ നടന്നു പോയിട്ട് ഈ പറയുന്ന ഇവർ താമസിക്കുന്ന ആ റൂമിന് താഴെ എത്തണമെന്നുണ്ടെങ്കിൽ സുമാർ ഏകദേശം ഒരു 10 മുതൽ 20 മിനിറ്റ് വരെ സമയം എടുക്കാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ 12:25 റൂമിലേക്ക് റിഫ എത്തിയിരിക്കണം അല്ലെ. പക്ഷെ നമ്മളോട് മാനാസ് അന്ന് ഫോണിലെ സമയം കാണിച്ചു പറഞ്ഞത് 1:45 എത്തിയെന്നാണ്. അപ്പൊ ഞാൻ ആകെ ഷോക്കാണ്. കാരണം 12:25 എത്തേണ്ട പെൺകുട്ടി 1:45 എത്തി എന്ന് മെഹനാസ് പറയുമ്പോൾ അതിൽ മെഹനാസിന്റെ ഭാഗത്ത് ഒരു ശരിയുണ്ടല്ലോ. സ്വാഭാവികമായിട്ട് നമ്മൾ ആ ശരിയെ കാണാനോ, കാരണം എന്റെ ഭാര്യ 1.5 മണിക്കൂർ എവിടെ പോയി എന്ന് ചോദിക്കാൻ ഭർത്താവിന് റൈറ്റ് ഉണ്ട്.
സ്വാഭാവികമായിട്ട് ആ ചോദ്യമാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ മേനാസിനെ എന്ത് ചെയ്തത്. നമുക്കാർക്കും മേനാസിന്റെ ഡൗട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ലൈവ് ഒരു അബദ്ധമായിട്ട് കണ്ടതേ ഉള്ളൂ. മാത്രമല്ല ആ ആംബുലൻസിന്റെ കഥ എന്നെ ഭയങ്കര വിശ്വസിക്കാൻ പറ്റുന്നത്. അല്ല, ഇതൊന്ന് വിശകലനം ചെയ്യട്ടെ, ഇതിൽ കറക്റ്റ് പോയിന്റ് ഉണ്ട്. അപ്പൊ ഈ ദുബായിലെ ഈ സംഭവം 1:45 എനിക്ക് കാണിച്ചു തന്നു. ഞാൻ ചോദിച്ചു 1:45. അപ്പൊ റിജുവിനെ എപ്പോഴാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്തത്? ഞങ്ങൾ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുമ്പോൾ 3 something റിജുവിനെ ഞങ്ങൾ കോൺടാക്ട് ചെയ്തതെന്ന് പറഞ്ഞു. ഞാനിത് ആവർത്തിച്ച് ഇവനോട് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇവൻ ഈ ടൈം തന്നെയാണ് എന്നോട് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും റിജുവിന് ഇവൻ ഈ സമയത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ റിജുവിന്റെ ഫോൺ നോക്കുമ്പോൾ ഇവൻ പറഞ്ഞ ശരിയാ, 3 something റിജുവിന്റെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തമായിരുന്നു. ഈ 1.5 മണിക്കൂർ ഇവളെവിടെ പോയി? സ്വാഭാവികമായിട്ടും നിങ്ങളെ മനസ്സിൽ വന്നില്ല, ഇയാളെ മനസ്സിൽ വന്നില്ല, എന്റെ മനസ്സിൽ വന്നു. 1.5 മണിക്കൂർ ഇവളെവിടെ പോയി? ഇവൻ ചോദിക്കുന്ന ചോദ്യം പ്രസക്തം. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് ഇവൻ കാണിച്ചത് UAE ടൈം സോൺ. നമ്മളെ വിഡ്ഢിയാക്കി കളഞ്ഞൊരു ടോണാ ഇവന്റെ. ഞാൻ എല്ലാവരും ഈ പറയുന്ന റിജുവിന്റെയും ടൈം സോൺ അന്ന് UAE ടൈം സോൺ ആയിരുന്നു. അപ്പൊ എന്റെ ഭാര്യ 1.5 മണിക്കൂർ എവിടെയാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്ത് ഇവനോട് ചോദിച്ചു, ഇന്ത്യൻ ടൈം ആണോ ദുബൈയുടെ? അല്ല, ഇത് ഇന്ത്യൻ ടൈം ആണെന്ന് എന്റെ ഇന്റർവ്യൂവിൽ ഇവൻ പറയുന്നുണ്ട്. അവിടെയാണ് ഈ പറഞ്ഞ ലൈവിലൊന്നും അല്ല ഞാൻ മെഹനാസിനെ സംശയിച്ചത്. ഞാൻ സംശയിച്ചത് ഒരു വാർത്താ മാധ്യമ പ്രവർത്തകൻ എന്നുള്ള രീതിയിൽ ഈ പറയുന്ന മെഹനാസ് എന്നെ കൃത്യമായി പ്ലാൻ ചെയ്ത് സമയത്തിന്റെ ക്രമീകരണത്തിൽ എന്നെ പറ്റിക്കുന്നു. പോയിന്റ് നമ്പർ 1. പിന്നീട് അങ്ങോട്ട് മെഹനാസിന് മനസ്സിലായി ഖാദറിന്റെ അടുത്ത് സംസാരിക്കുന്നത് ശരിയല്ല, അതുകൊണ്ട് ഇനി അങ്ങോട്ട് ഇന്റർവ്യൂ ഒന്നും വേണ്ട. അന്ന് നമ്മൾ സംസാരിച്ച സമയത്ത് ഇനി അങ്ങോട്ട് ഇന്റർവ്യൂ ഇല്ല. ഞാനും ചോദിച്ച സമയത്ത്, ഞാൻ ഇന്റർവ്യൂ ചോദിക്കാണല്ലോ, ചോദിക്കുന്ന സമയത്ത് ഒഴിഞ്ഞു മാറുക ചെയ്തത് അല്ലെ? ഞാൻ ഖാദറിനോട് അന്ന് ഡിസ്കസ് ചെയ്തു. അതായത് താല്പര്യമുണ്ട്, നമ്മൾ പറയുന്ന പോലെ, അവർ പറയുന്ന പോലെ അവർ ചോദിക്കുന്ന ചോദ്യം ചോദിക്കണം. അതിന് ഞാനില്ല. നമ്മൾ എന്തെങ്കിലും പറഞ്ഞല്ലല്ലോ ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോയത്. നമ്മൾ പറഞ്ഞതിലൊക്കെ ഒരു വസ്തുത ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും നമ്മൾ ഈ റിഫയുടെ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ ഒരു പോയിന്റും ഒരു പിഴ പോലും തെറ്റില്ലാതെ അതേ റൂട്ടിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുകയാണ്. ഇന്ന് മൈൻ സ്ട്രീം ഈ കേസ് ഇന്നലെ 24 കുറ്റവും ശിക്ഷയും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിൽ അവരെന്നെ വിളിച്ചിരുന്നു. അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ഫ്രെയിമിന്റെ ഭാഗമായില്ല. കാരണം അവർക്ക് ഡാറ്റാസ് കൊടുത്തു, അവർ ആ സംഭവം അതേപടി ചെയ്തിട്ടുണ്ട്. വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ നിർത്തിയെടുത്ത് നിന്ന് വീണ്ടും തുടങ്ങാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാണ്, ഈ കേസിന്റെ സ്റ്റേജ് ഇപ്പോ വക്കീൽ തന്നെ പറയട്ടെ. വക്കീൽ, സ്വാഭാവിക ഒരു കേസിന്റെ പ്രക്രിയ എന്ന് പറയുന്നത് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടന്റ് കേസ്. മാക്സിമം 180 days വരെ കുഴപ്പമില്ല. 180 days വരെ എന്തായാലും അവർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, 180 ദിവസത്തോളം ഒന്നുമില്ല. ഒരു സാധാ NDPS കേസിൽ 22C എന്ന് പറഞ്ഞ ഒഫൻസ് ആണ്, കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ആണെങ്കിൽ വിത്തിൻ 6 months റിപ്പോർട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ബെയിൽ പിറ്റേ ദിവസം അവന് ജാമ്യം കൊടുക്കും. അത് എക്സൈസ് ആണെങ്കിലും പോലീസ് ആണെങ്കിലും 6 മാസത്തുള്ളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പിറ്റേ രാവിലെ അവന് ബെയിലാണ്. പക്ഷെ നമ്മുടെ സ്റ്റേജിൽ 306 ആയിട്ടും ക്രൈം സ്റ്റേജ് കഴിഞ്ഞിട്ട് 4 years ആയിട്ട് ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. അതിന് നടക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, സംഭവം നടന്നിരിക്കുന്ന സംഭവ സ്ഥലം മഹസർ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അത് ദുബായിലെ കറാമയിലുള്ള റൂമാണ്. ഞാൻ ആ റൂം പോയതാണ്. ആ റൂമിൻ്റെ ശരിക്ക് പറഞ്ഞാൽ അവിടെ എവിടെയാണ് തൂങ്ങിക്കിടക്കുന്നത്, അതിൻ്റെ വടക്കിൽ എന്താ, തെക്കെന്താണ്, കിഴക്കെന്താ, അവിടെ എന്തൊക്കെ സാധനങ്ങളുണ്ട്, അതിൻ്റെ റൈറ്റ് സൈഡിൽ ആരാണ് താമസിക്കുന്നത്, ലെഫ്റ്റ് സൈഡിൽ ആരാണ് താമസിക്കുന്നത് എന്നുള്ള ഫുള്ള് സംഭവ സ്ഥല മഹസർ കിട്ടിയാൽ മാത്രമേ ഇതിന് എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ കേസിൽ 100% ഞാൻ പറയാം, എന്തൊക്കെ സംഭവിച്ചാലും ഒരിക്കലും അവൾ തൂങ്ങിക്കടന്നിട്ടില്ല. അതായത് ഒരു ഉക്കില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു രീതിയിലും അവൾക്ക് തൂങ്ങാൻ പറ്റില്ല. ആ ബിൽഡിങ് ഒരു പഴയ ബിൽഡിങ്ങാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ബെഡിൽ ആ സമയത്ത് മേനാസിൻ്റെ കൂടെ വേറെ ആളുണ്ട്, റൂമിൽ ഒരാളൂടെ ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഷോൾ ഇട്ട് മുറുക്കി കൊന്നതാവാം. ഇപ്പോൾ നമ്മൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 2 മാസം കഴിഞ്ഞൊരു ബോഡിയിൽ ജസ്റ്റ് ഒരു ഷോളിൻ്റെ ഒരു സ്ക്രാച്ച് എന്തെങ്കിലും ഉണ്ടാവുന്നല്ലാതെ തൂങ്ങിയതായിട്ടുള്ള തെളിയിക്കാൻ ഒരു രീതിയിലും പ്രോസിക്യൂട്ട് പറഞ്ഞിട്ടില്ല, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടില്ല. അതുകൂടാതെ ദുബായ് ഗവൺമെൻറ്റിലെ റിപ്പോർട്ടിൽ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അവരുടെ റിപ്പോർട്ടിൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇത് സൂയിസൈഡ് ആണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായി പറയാൻ പറ്റില്ല. ദാറ്റ് മീൻസ് സംതിങ് എന്തോ ഫോറൻസിക് റിപ്പോർട്ട് അങ്ങനെ. അതെ, ഫോറൻസിക് റിപ്പോർട്ടിൽ വ്യക്തമായി അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പിന്നെ പോലീസ് സാധാരണ ഒരാൾ തൂങ്ങിയാൽ ദുബായ് ഗവൺമെൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് അവരാണ് കെട്ടയക്കുക. ഇവിടെ കെട്ടയച്ചിട്ടില്ല, തൂങ്ങിക്കിടക്കുന്നില്ല. ഇവിടെ ബെഡൊന്നും താഴത്തേക്ക് എടുത്തു കൊണ്ടുപോയതിന് ഐ വിറ്റ്നസ് ഉണ്ട്, ഷോൾഡറിലിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പൾസ് നോക്കി തൊട്ടടുത്തുള്ള ഒരാളാണ് ജീവനുണ്ടോ നോക്കിയത്. എന്നിട്ട് പിന്നെ പറഞ്ഞു, ഞാൻ താഴത്തിരിക്കുന്ന സമയത്ത് ഒരു ആംബുലൻസിൽ ഒരു ഡ്രൈവർ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്, അവന്റെ വണ്ടിയിലാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. വക്കീലെ, ആ പോയിന്റിനെ ഞാൻ കോട്ടയാണ്. അതായത് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരു തൂങ്ങിക്കിടക്കുന്ന ഒരു മനുഷ്യനെ അയാൾക്ക് ജീവനുണ്ടോ
ഇന്ന് വരുക്കാൻ വേണ്ടി സ്വാഭാവികമായിട്ട് ഒരു പരിശോധന നമ്മൾ നടത്തുമല്ലോ. പൾസ് അയാള് നോക്കും. പക്ഷെ തൂങ്ങിക്കിടക്കുമ്പോഴല്ല പൾസ് നോക്കിയത്. പൾസ് നോക്കിയത് ഐ വിറ്റ്നസ് പറയുന്നത് ബെഡിൽ കിടക്കുന്ന സമയത്താണ് നോക്കിയതെന്ന് അതിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അതൊരു സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് അതിനെ കൊണ്ടുപോകാം. പക്ഷെ വക്കീൽ പറഞ്ഞു ഇതൊരു അല്ല, എന്നാലും നമ്മളിപ്പോ തൂങ്ങിക്കിടക്കുന്ന ഒരാൾ നമ്മൾ ജീവനുണ്ടോ നോക്കും. അയാളെ പറ്റുമെങ്കിൽ നമ്മൾ പോലീസ് വരുന്നതിന് മുന്നേ നമ്മൾ അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വേണ്ടി എല്ലാം നമ്മൾ ചെയ്യും. പക്ഷെ ഡെത്ത് കൺഫേം ആണെങ്കിൽ നമ്മൾ ഇറക്കോ ഇല്ല. പക്ഷെ വക്കീൽ പറഞ്ഞ ഒരു പോയിന്റ് എന്താ പറയുക വക്കീല, ഞാൻ ഇതിൽ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത് ഈ ദുബായിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല ബോഡി ഇല്ല, അതൊരു വലിയ തെറ്റിദ്ധാരണയായിരുന്നു. ഈ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ വലിയ രീതിയിൽ പടർത്തി ഇന്നലെ 24 അടക്കം ചർച്ച ചെയ്ത വിഷയമായിരുന്നു. അവർ പറയുന്നത് ദുബായിൽ പോസ്റ്റ്മോർട്ടം ചെയ്യാത്തൊരു ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു എന്നെങ്ങനെയാണ് ഒരു ഗായകൻ പറഞ്ഞത്. ആ ഗായകന്റെ സ്ക്രീൻഷോട്ട് വെച്ചായിരുന്നു ചോദിച്ചത്. അയാൾ എങ്ങനെയാണ് പറഞ്ഞത്? അയാൾ പേര് പറഞ്ഞു തൻസീർ കുത്ത് പറഞ്ഞു. അയാൾ എങ്ങനെ പറഞ്ഞു? അയാൾക്ക് ചിലപ്പോൾ അബദ്ധം പറ്റിയതായിരിക്കാം. അയാൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ഇപ്പൊ നമുക്ക് അറിവില്ലായ്മയുടെ പേരിലൊക്കെ നടക്കുന്ന കുറേ സംഭവങ്ങളുണ്ട്. എല്ലാവർക്കും നിയമം അറിയണമെന്നോ എല്ലാവർക്കും പ്രൊസീജിയേഴ്സ് അറിയണമെന്നോ ഒന്നുമില്ല. എംപാമായിരുന്നു അവിടെ ബോഡി ചെയ്തത്. ബോഡി എംപാം ചെയ്ത് നാട്ടിലേക്ക് വിട്ടൊരു ബോഡിയാണ്. ദുബായിൽ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിരുന്നുവെങ്കിൽ നാട്ടിൽ പോസ്റ്റ്മോർട്ടം ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ആ റിപ്പോർട്ട് മാത്രമല്ലോ. ഇനി ഈ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഈ പറയുന്ന കേസിന്റെ സംശയത്തിന്റെ പേരിൽ മാത്രമല്ല, കേരളത്തിൽ അല്ല വക്കീലെ ഒരു FIR രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ആ FIRനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടിയിരിക്കുന്നു. ദുരൂഹത നിറഞ്ഞൊരു പോസ്റ്റ്മോർട്ടം. ഇപ്പോൾ അപകടം നടന്നൊരു ബോഡിയാണെങ്കിൽ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് ഖബറിലേക്ക് പോവുക അല്ലെങ്കിൽ സംസ്കരിക്കുക. അല്ലെങ്കിൽ ഈ പറയുന്നത് ഒരു കൊലപാതകം നടന്ന ബോഡിയാണെങ്കിൽ ഈ പറയുന്നത് പോലെ പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടാണ് പോവുക. പക്ഷെ ഇവിടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. അപ്പൊ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തില്ലെങ്കിൽ ഔട്ടർ പാർട്ടിൽ നടന്ന കാര്യമേ അതിൽ രേഖപ്പെടുത്തുന്നുള്ളൂ. ദുബായ് ഫോറൻസിക് റിപ്പോർട്ടിൽ ഇന്നർ പാർട്ടിൽ എന്ത് സംഭവിച്ചു, എസ്പെഷ്യലി ഈ പറയുന്ന വൃക്ക അതുപോലെ തന്നെ ശരീരത്തിലുള്ള ഭാഗങ്ങൾ ആന്തരിക അവയവങ്ങൾക്ക് ഇന്നർ പാർട്സിന് എന്തെങ്കിലും ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ടോ, ഗുരുതരമായിട്ടുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ദുബായ് പോലീസിന്റെ ഫോറൻസിക് റിപ്പോർട്ടിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പൊ അത് പരിശോധിക്കേണ്ടത് ആരാണ്? കേരള പോലീസാണ്. തീർച്ചയായിട്ടും കേരളത്തിലെ പോസ്റ്റ്മോർട്ടം സർജൻ നടക്കുന്ന ആളുകൾ അറ്റ്ലീസ്റ്റ് CCTV നോക്കിയാൽ അറിയാം അവർ എത്ര മണിക്കാണ് മേലോട്ട് കയറിപ്പോയത്, എത്ര മണിക്കാണ് താഴോട്ട് ഇറങ്ങിയത്. ഈ സ്ഥലത്ത് എത്രങ്ങാനും CCTV ഉണ്ട്. ഞാൻ ഹാങ് ചെയ്യുന്ന സമയത്ത് ഷോൾ ഇട്ട് തൂങ്ങുകയാണെങ്കിൽ എന്റെ കെട്ട് വരിക ഇവിടെയല്ല, ബാക്കിലാണ് വരിക. ഇവിടെ ഷോളിന്റെ സാധനം മുറുകി കിടക്കുന്ന സാധനം ഇവിടെയാ വരിക, ഇവിടെ കെട്ട് വരില്ല. അല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഷോൾ ഇട്ട് മുറുക്കുന്ന സമയത്ത് പിന്നെ അത് മാത്രമല്ല, ഈ ഉക്കുണ്ടെങ്കിൽ ഉക്കിന്റെ കറയുടെ ഭാഗത്ത് ഷോളിലെ ഡിഫറൻസ് കാണിക്കും. ആ കറയുടെ അടയാളം ഉണ്ടാവും. ആ എവിടെയാണ് തൂക്കിയെന്ന് വ്യക്തമായി അറിയാൻ പറ്റും. ഇത് മറിച്ച് ഞാൻ നിങ്ങളെ ബെഡ് കിടന്നിട്ട് ഞാനും കാതലും കൂടെ നിങ്ങൾ ബെഡിലിട്ട് ഷോൾ ഇട്ട് മുറുക്കുന്നതും മറ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇത് എന്താണ് വക്കീലെ ഞാൻ ഇത് ഈ വിഷയം പഠിച്ചായിരുന്നു വക്കീലെ. അതായത് ഒരു സർജനോട് എങ്ങനെയാണ് ഈ സൂയിസൈഡ് കേസും ഈ പറയുന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാൽ ഒരാളെ ഷാൾ മുറുക്കി കൊല്ലുന്നതും ഒരാൾ തൂങ്ങുന്നതും തമ്മിലുള്ള പരിക്കിന്റെ ഡിഫറൻറ്റ് എന്താണ്? ഇപ്പൊ നമ്മൾ എവിടെയാണ് ഇത് പോയിന്റ് ഔട്ട് ചെയ്യേണ്ടത്? ഒരാൾ മുകളിൽ നിന്ന് തൂങ്ങിക്കഴിഞ്ഞാൽ അയാളുടെ നെക്കിൽ ഉണ്ടാകുന്ന പരിക്കും അയാളെ ഷോള് പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ അയാളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പരിക്കും, ഔട്ടർ ആൻഡ് ഇന്നർ ഈ രണ്ട് ഭാഗത്ത് ഉണ്ടാകുന്ന പരിക്ക്, ഇത് രണ്ട് ഡിഫറെന്റ് ആണ്. കാരണം ഒരാളെ ഷോൾ ഇട്ട് നമ്മൾ മുറുക്കുമ്പോൾ അയാളെ നമ്മൾ ഉദാഹരണത്തിന് ഒരു ബോഡി ഇവിടെ പ്രസന്റിൽ നിൽക്കുകയാണ്, ആ ബോഡിയെ നമ്മൾ എങ്ങനെയാ പിടിക്കുക? ഷോൾ ഇട്ട് ഇങ്ങനെ പിടിച്ചു വലിക്കുക. പിടിച്ചു വലിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിക്കുകയാണ്. ഒന്ന്, ഇയാളുടെ നെക്കിലേക്ക് നമ്മളൊരു മർദ്ദം കൊടുക്കുകയാണ്. ഓക്കെ, അയാളെ ശ്വാസം നമ്മൾ തടസ്സപ്പെടുത്തുക. രണ്ട്, നമ്മൾ കൊടുക്കുന്ന മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ കാല്, മുട്ട് ഇയാളുടെ ബോഡിയുടെ ഏതെങ്കിലും ഒരു പാർട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇപ്പം ബാക്ക് പാർട്ടിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യുക. ആ മർദ്ദമാണ് ഫീൽ ചെയ്യും. ഒരാൾ മരിക്കാൻ പോകുന്ന സമയം അയാളുടെ ശക്തിയുടെ ഏറ്റവും അവസാനം ഉപയോഗിക്കും. ആ ശക്തിയുടെ ഏറ്റവും അവസാനം ഉപയോഗിക്കുന്ന സമയത്ത് ഈ ബാക്ക് ബോണിന് ഫ്രാക്ചർ വരും. ഇതാണ് ഈ സ്വാഭാവികമായിട്ട് ഈ മർഡർ കേസുകൾ ഒരാൾ ഷോൾ മുറുക്കി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു പ്രക്രിയ. ഇതാണ് എന്റെ അറിവ്. ഞാനൊരു യൂറിൻ വരെ പോകും ഹാങ് ചെയ്യുന്ന സമയത്ത് അത്ര വേദന. അതായത് നമ്മൾ ഈ ഹാങ്ങിങ്ങിൽ എന്ന് പറയുന്നത് ബോഡി ഒരു പ്രഷർ ഔട്ട് ചെയ്യും. ഈ ഔട്ട് ചെയ്യുന്ന സമയത്ത് ബോഡിയുടെ ഇന്നർ പാർട്സ് അതിനോട് സഹകരിച്ചു എന്ന് വരില്ല. അപ്പൊ ബോഡിയുടെ ശരീരത്തിനകത്തുണ്ടാകുന്ന രക്ഷപ്പെടാൻ ശ്രമിക്കും. അപ്പൊ അങ്ങനെ ഒരു സംഭവിക്കും. അപ്പോൾ എന്താണ് ഈ പരിക്ക്? ഇപ്പൊ ഈ റിഫയുടെ പരിക്കില് വക്കീൽ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. ഈ ബോഡി നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോൾ ആഴ്ചകൾ കഴിഞ്ഞിട്ടുണ്ട്, മാസങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ആ മാസങ്ങൾ കഴിഞ്ഞിട്ട് ഇത് പുറത്തെടുക്കുമ്പോഴുണ്ടാകുന്ന ഔട്ടർ പാർട്ടിലെ പരിക്കുകൾ നമ്മൾ എങ്ങനെ റെഫർ ചെയ്യും? അതായത് ഔട്ടർ പാർട്ടിൽ ഉണ്ടാകുന്ന പരിക്ക്, ഇപ്പൊ വക്കീൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരാൾ തൂങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പരിക്ക്, അതോടൊപ്പം തന്നെ
ഈ പറയുന്നത് പോലെ. പക്ഷെ ഇന്നർ പാർട്ടിലെ പരിക്കൊക്കെ കറക്റ്റ് കിട്ടും. ഇന്നർ പാർട്ടിൽ എങ്ങനെയാണ് ആത്മഹത്യ ചെയ്തത്, അപ്പോൾ ഒരു 90-80% സർജൻ പറയുന്നത് നമ്മൾ വിശ്വസിക്കേണ്ടി വരും. പക്ഷേ അതേ സമയത്ത് ഒരു 10-20% മറ്റുള്ള നിഗമനങ്ങൾക്ക് സാധ്യതകളുണ്ട്. ആ നിഗമനങ്ങളാണ് വക്കീൽ പറയുന്നത്. നമ്മളുടെ പ്രൈം പാർട്ട് എന്ന് പറയുന്നത് ഒരു മേർഡർ ആണോ ഒരു സൂയിസൈഡ് ആണോ എന്ന് പറയുന്ന വലിയൊരു പോയിന്റ് നമ്മൾ ഇപ്പോഴും നിൽക്കുകയാണ് വക്കീലെ. അതാണ് ഇപ്പൊ എനിക്കറിയാവുന്നത് റഫ്സാസ് വക്കീൽ ഈ കേസിൽ ശക്തമായി ഇടപെട്ട ആളാണ്. ബാബു ഈ കേസിൽ എന്നെ വളരെയധികം സപ്പോർട്ട് ചെയ്ത 2 പേരാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 3 പേരെ നിർത്തിയിട്ട് ഒരു അഭിമുഖം നടത്തുന്നത് എന്ന് പറയുന്നത് തന്നെ ഇതൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതാണ്, അല്ല ബാബു? തീർച്ചയായും. ബാബുവിനോട് ഈ വിഷയത്തിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ബാബു എനിക്കിതിൽ സന്തോഷമൊന്നുമില്ല ബാബു, ഇപ്പൊ നടന്നതിലൊന്നും സന്തോഷമില്ല, എനിക്ക് സമാധാനമാണുള്ളത്. സന്തോഷിക്കാനൊന്നുമില്ല, കാരണം മറ്റൊരു ഭാഗത്ത് ഒരാൾ ഇരയാക്കപ്പെടുന്ന ഒരു സംഭവം നമ്മളെങ്ങനെ സന്തോഷിക്കില്ല, സമാധാനപ്പെടുന്നു. ബാബു എന്താണ് ബാബുവിന്റെ ഈ കേസിൽ ഒരു എക്സ്പീരിയൻസ്? ഒരുപക്ഷെ ബാബു കുറേ ആത്മഹത്യ കേസ് ചെയ്ത ഒരാള്, കുറേ മർഡർ കേസുകളിൽ വാർത്ത ചെയ്തിട്ടുള്ള ഒരാള്, കുറേ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഈ കേസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെന്റ് കേസാണ്. തീർച്ചയായും അത് ആ ഫാമിലിയോടുള്ള ഒരു അറ്റാച്ച്മെന്റ് വന്നു പോകുന്ന ഒരു രീതിയിലേക്കായിരുന്നു അവരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. രണ്ടാമത്തെ കാര്യം, ഇത്രയേറെ 2 തലത്തില് കാതർ ആലോചിക്കുന്നുണ്ടോ, 2 തലത്തിൽ നിന്ന് ഫൈറ്റിംഗ് ആയിരുന്നു വന്നുകൊണ്ടിരുന്ന ഒരു സമയത്ത്. അതായത് അവൻ അവരുടേതായ ലെവലിലേക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് ഞാൻ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കുന്നു, നമ്മൾ ഇദ്ദേഹം ചെയ്ത് തെറ്റാണെന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ പോകുന്നു. നമ്മളെപ്പോഴും ഒരാളെ കുറ്റപ്പെടുത്തി സംസാരിച്ചില്ല എന്നല്ല, അവർ തന്നെയായിരുന്നു നമുക്ക് ത്രെഡ് ഇട്ടുകൊണ്ടിരുന്നത്. ഈ നാടകം അടക്കം നമ്മൾ ത്രെഡ് പൊളിച്ചത് നമ്മളാണല്ലോ. ശരിക്കും ഇത്ര രീതിയിലേക്ക് ഹിപ്നോട്ടൈസ് ചെയ്യുന്നു. അത് കാദർ പറഞ്ഞ പോലെ തന്നെ ഒരു എന്താണ്, ബാബു വന്ന് കമാൽ പാഷയെ കൊണ്ടുവരുന്നു, പിന്നെ വലിയ കാര്യങ്ങൾ ബാബു ആ ഭാഗത്ത് ബാബു വന്ന് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് കമാൽ പാഷയെ ബാബു കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. കമാൽ പാഷ വന്നിട്ട് ഇതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നിടത്ത് ഒരു വലിയ ചേഞ്ച് ഉണ്ടാകും. അല്ല, കമാൽ പാഷ എന്നോട് പറഞ്ഞൊരു വിഷയം, കേസ് എടുക്കാം, ഓപ്ഷൻ ഉണ്ട് എന്നുള്ളൊരു സാധനം ഉണ്ടായില്ല. അത് നമ്മൾ ശരിക്കും എന്താണ് പറയാ, താമരശ്ശേരി DVSP അഷ്റഫ് സാർ വലിയ രീതിയിലേക്ക് നമ്മളോട് കോർപ്പറേറ്റ് ചെയ്തു. നമ്മൾ ഈ ചെയ്ത കേസ് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനമാണ്. ഒരു കാരണവശാലും കതറെ പുറത്ത് മരണപ്പെട്ട ഒരാള് ഒരിക്കൽ പോലും ഇവിടെ FIR ഇടിക്കാന്നുള്ളത് വലിയ അല്ല. ഇത് ഞാൻ നിങ്ങളോട് ഈ പൊതുസമൂഹം എനിക്ക് ഒരു കാര്യം പറയാം, എനിക്ക് സന്തോഷമൊന്നുമില്ല. ശരിക്കും എനിക്ക് സന്തോഷമൊന്നുമില്ല, ഇപ്പോഴും ദുഃഖം തന്നെയാണ്. നിങ്ങളുടെ ഒരു കാതറിന്റെ അതേ രീതിയിൽ തന്നെ ഞാൻ പോകുന്നത്. പക്ഷേ വേറെ വിഷയമുണ്ട്, ഇത് ഞാൻ ചെയ്തില്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഒരുപാട് പാടുപെടുന്ന നമ്മളൊക്കെ ഒരു നോട്ടപ്പുള്ളി ആവുന്ന രീതിയിലേക്ക് അവർ കൊണ്ടുപോയി എന്നുള്ളതാണ്. അത് അവരുടെ എന്തിന്റെ ഭാഗമായിട്ടാണ് എനിക്കറിയാം. ഇതിലിപ്പോ ഈ ഇപ്പോഴത്തെ സഫ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, സഫ എന്നോട് പറഞ്ഞത്, കതർക്ക് എന്നെ മർദ്ദിച്ചതിന് ശേഷം ഇയാൾ, സഫ എല്ലാ ഇന്റർവ്യൂസിലും ഇത് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ മർദ്ദിച്ചതിന് ശേഷം ഇയാൾ വന്ന് എന്നെ തടവും. അതായത് ഇയാൾ അതിന് റീസൺ പറയുന്നത് എനിക്ക് ഡബിൾ പേഴ്സണാലിറ്റി ഉണ്ട് എന്ന് അയാൾ സമ്മതിക്കാണ്. സോ ഒരു ഡബിൾ പേഴ്സണാലിറ്റി ഉള്ള ഒരാളെ എന്താ ചെയ്യേണ്ടത്? ട്രീറ്റ്മെന്റ്. അയാൾ മാനസികമായ അസ്വസ്ഥതയുള്ള ഒരാളാണ്. അയാൾ മാനസികമായിട്ട് അസ്വസ്ഥതയുള്ള ഒരാളെ എന്താ ചെയ്യേണ്ടത്? അയാളെ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അയാളെ ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അയാളാക്കുക, അല്ലെ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഇല്ലെങ്കിൽ സഫക്ക് സമാന്തരമായിട്ടുള്ള അല്ലെങ്കിൽ റിഫക്ക് സമാനമായിട്ടുള്ള തേർഡ് പേഴ്സൺ അവിടെ സൃഷ്ടിക്കപ്പെടും. ഈ പാറ്റേൺ തടയേണ്ടത് ആരാണ്? ഇവിടുത്തെ പോലീസ് സിസ്റ്റമാണ്. ഒരടി അടിക്കാം, ദേഷ്യം വന്നു കഴിഞ്ഞാൽ കൺട്രോൾ പോലും ഒരടി പോലും അടിക്കാൻ പാടില്ല. ഇൻ കേസ് ഒരടി ചിലപ്പോൾ ചില കേസിൽ അടിക്കാറുണ്ട്. പക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മാനസിക ഭ്രാന്തിന്റെ സംഭവമാണ്. നമുക്ക് അവസാനിപ്പിക്കാമല്ലോ അല്ലേ കഥ? ഇതിൽ അവസാനിപ്പിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാം. ഈ 2 പേരും എന്റെ ഇടവും വലവും 2 പേരാണ്. ഒരാൾ നിയമപരമായി എന്റെ കൂടെ നിന്നു, മറ്റൊരാളല്ല. എനിക്കത് പേഴ്സണൽ. ഇതിന്റെ ഒരു വലിയ സംഭവം എന്താ വെച്ചാൽ മറ്റൊരാൾ വാർത്താപരമായി എന്റെ കൂടെ നിന്ന ഒരാളാണ്. സോ അന്ന് നമ്മൾ ഒരു നോമ്പ് കാലത്ത് ഏകദേശം ഇതേ സമയത്തായിരുന്നു നമ്മൾ ഇതുപോലെ ഇരുന്നിരുന്നു. ഫെബ്രുവരി 28 അല്ല, ഈ ദിവസത്തിനും ഈ കാലത്തിനൊക്കെ അങ്ങനെ ഒരു സംഭവം ഈ കാലത്തിനൊരു പ്രത്യേകത. അന്ന് നമ്മൾ സത്യം തേടി പോയത് ഒരു നോമ്പ് കാലത്ത്, ഇന്ന് നമ്മളെ സത്യം തേടി വന്നത് ഒരു നോമ്പ് കാലത്ത്, ഇന്ന് നമ്മൾ ആ സത്യം ജനങ്ങളോട് പറയുന്നത് ഒരു നോമ്പ് കാലത്ത്, അന്ന് ഈ സത്യത്തിന് വേണ്ടി നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു നോമ്പ് കാലത്ത്. സോ ആ നോമ്പ് കാലത്ത് തന്നെ, ആ പുണ്യ സമയങ്ങളിൽ തന്നെ നമ്മൾ സത്യത്തോടൊപ്പം ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്താ വെച്ചാൽ ഇത്രയും വക്കീലന്മാരുണ്ടായിട്ടും സഫ നമ്മളെ തന്നെ തെരഞ്ഞു വന്നു. കാരണം അവർ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പിന്നീടാണ്. റിഫയുടെ എല്ലാ വീഡിയോ കാണുന്നതും റിഫയുടെ കേസ് അവർക്ക് നല്ല കുറ്റബോധമുണ്ട്. അവർ പറയുന്നത് ഞാൻ റിഫയെ പറ്റി അങ്ങനെ പറഞ്ഞതിൽ ഭയങ്കര വിഷമമുണ്ട് എനിക്ക്. തീർച്ചയായും സാഹചര്യങ്ങളാണ് ഒരു മനുഷ്യനെ
സമൂഹത്തിൽ ഇങ്ങനെ കൊണ്ടെത്തിക്കുന്നത്. എന്തായാലും ആർക്കും സന്തോഷമില്ല, പക്ഷെ എങ്കിലും സമാധാനമുണ്ട്. പക്ഷേ ആ ഒരു കുടുംബത്തെ, റിഫയുടെ ഒരു കുടുംബത്തെ കാണുമ്പോൾ എപ്പോഴും വിഷമമാണ് നമുക്ക്. കാര്യം അത് പറയാതെ വയ്യ. കാര്യം നമ്മളൊക്കെ മക്കളെ പോലെയാണ്, ഇല്ല, ഈ ഒരു വിഷയം വരുമ്പോൾ നമ്മളൊക്കെ മക്കളെ പോലെയാണ് അവർ കാണുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. പലപ്പോഴും വിളിക്കുമ്പോഴൊക്കെ വലിയ ഇതിലേക്ക് സന്തോഷമാണ്. സമയക്കുറവ് എല്ലാവർക്കും ഉണ്ട്, കാരണം എനിക്ക് എല്ലാവർക്കും സമയക്കുറവുണ്ട്. അത് അവർക്ക് കൃത്യമായി അറിയാവുന്നതാണ്. അതായത് മക്കളെ പോലെ വിചാരിക്കുമ്പോൾ സമയക്കുറവ് അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയണമല്ലോ. അത് തീർച്ചയായും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി മുന്നോട്ട് ഞങ്ങൾ എപ്പോഴും ഞങ്ങളുടെയൊക്കെ മരണം വരെ ഉണ്ടാവും എന്നുള്ളതാണ് അല്ലേ, ഉറപ്പ് കൊടുക്കുകയാണ് നമ്മൾ. അല്ല, ഇത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരുപാട് കേസ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പേഴ്സണൽ കേസ്. തീർച്ചയായും. അപ്പോൾ എന്തായാലും ഇത്തരം ഇതിലേക്ക് കാലം കണക്ക് ചോദിക്കാതെ പോയിട്ടില്ല. നന്ദി, നമസ്കാരം.